പെർഫോമൻസ് ഉള്ളത്, ഇന്നാണല്ലോ ഫൈനൽ മത്സരമുള്ളത്, ഇന്നാണല്ലോ സെമിയുള്ളത്, ഇന്നാണല്ലോ കോടീശ്വരനുള്ളത്. സഹോദരങ്ങളെ ഒന്നാലോചിക്കണേ. ഞാൻ വേദനയോടെ പറയുകയാ, നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട ആരാധനാപൂർവം അന്തരംഗത്തടയാളപ്പെടുത്തുന്ന സിനിമാ രാജാക്കന്മാരുടെ നെറികെട്ടുമർത്തമോ നമ്മുടെ കേരളത്തിലെ സമുദായം വേദനിക്കുകയല്ലയോ? സുരേഷ് ഗോപി പറഞ്ഞതെന്താ? ചെറുപ്പക്കാരാ, എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ചെറുപ്പക്കാരാ, അതിന്റെ പേരിൽ എന്നെ തീവ്രവാദി എന്ന് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, അതിന്റെ പേരിൽ എന്നെ ഭീകരവാദി എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, അതിന്റെ പേരിൽ എന്ത് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും കുഴപ്പമില്ല. കാരണം കേരളം അറിയപ്പെടുന്ന, മറ്റു പല സ്ഥലങ്ങളും അറിയപ്പെടുന്ന ഒരു ഫിലിം സ്റ്റാറിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഉറച്ചുള്ള ഒരു പ്രഖ്യാപനം നടത്താമെങ്കിൽ എന്തുകൊണ്ട് സഹോദരങ്ങള് മനുഷ്യ സ്നേഹിയായ ഒരു സംഗമത്തിൽ ഇങ്ങനെ പറഞ്ഞുകൂടാ? സഹോദരങ്ങളെ, എന്താ സുരേഷ് ഗോപി പറഞ്ഞതെന്നറിയുമോ? വിഴിഞ്ഞത്തെ പ്രവർത്തനത്തിന് തിരുവനന്തപുരം ജില്ലയിലോ മുസ്ലിം ഭൂരിപക്ഷം പ്രദേശമാകുന്ന വിഴിഞ്ഞത്ത് ഹിന്ദുക്കളമെന്ന് നടണമെന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദു വരണ്ടാന്നൊരു മുസൽമാനും പറഞ്ഞിട്ടില്ല. ഒന്നാലോചിക്കണേ ചെറുപ്പക്കാരാ, അവിടെ ഹിന്ദുക്കളെ കേറണ്ടാനാരും പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനി കേറണ്ടാനാരും പറഞ്ഞിട്ടില്ല. അവിടെ എല്ലാ മനുഷ്യരും വരുന്നവരാ. ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിന്റെ പ്രോഗ്രാമുകൾ നടക്കുന്ന ഒരു സ്ഥലമാ വിഴിഞ്ഞമെന്ന് പറയുന്ന സ്ഥലം. എനിക്ക് പരിചയമുള്ള സ്ഥലമാ. ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ എനിക്ക് ഒരു ദിവസത്തെ പ്രഭാഷണം ഉണ്ടായിരുന്നു. അവിടെ വരുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരും അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് സഹോദരങ്ങളെ. നാനാജാതി മതസ്ഥരും അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് സഹോദരങ്ങളെ. ഒന്നും അറിയാത്ത സുരേഷ് ഗോപി നിനക്ക് പറയുമ്പോ കാണിച്ചാൽ പോലെ പൊന്നുമോര് ഞാനൊന്ന് ചോദിക്കുക, നാണം കെട്ട നെറികെട്ട വർത്തമാനം പറയണോ? ഏതെങ്കിലും കസേര മുന്നിൽ കണ്ടുകൊണ്ടോ എന്റെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി എന്ന് ഞാൻ വിളിക്കുന്നില്ല, എങ്കിലും നാണം കെട്ട സുരേഷ് ഗോപി എന്ന് ഞാൻ പറന്നു പോവുകയാ സഹോദരങ്ങള്, പറന്നു പോവുകയാ സഹോദരങ്ങള്. നിങ്ങൾ ആലോചിക്കണം, വളരെ മാന്യത ചമഞ്ഞുകൊണ്ടോ ഏഷ്യാനെറ്റ് ചാനലല്ലേ കടന്നു വരുന്നത് കോടീശ്വരം പരിപാടി അവതരിപ്പിക്കാം. നിങ്ങളൊക്കെ കാണുമ്പോൾ കോടീശ്വരം പരിപാടിയിൽ വളരെ മാന്യനായിട്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് ഞാൻ പറയാൻ പോവുകയാ. അത് നിങ്ങൾ കേരളത്തിൽ ഏതൊക്കെ പണ്ഡിതന്റെ സദസ്സിൽ പോയാലും ആ പോയിന്റ് കിട്ടൂല. എങ്ങനെയൊക്കെ നിങ്ങൾ അന്വേഷണം നടത്തിയാലും ആ പോയിന്റ് കിട്ടൂല. കാരണം അങ്ങനെ വളരെ വ്യക്തമായൊരു പോയിന്റാ ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ കോടീശ്വരം പരിപാടി കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക, സുരേഷ് ഗോപി ഉണ്ടല്ലോ എത്ര വലിയ ദാനശീലനാ. കാരണം പരിപാടിക്ക് വരുമ്പോൾ വിഷമങ്ങൾ പറയുമ്പോൾ 25,000 കൊടുക്കുകയാ, 50,000 കൊടുക്കുകയാ, 1,00,000 കൊടുക്കുകയാ, വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാ. എന്തിനാണെന്നറിയുമോ? ഇമേജ് കൂട്ടാനാ സഹോദരങ്ങള്, പാവപ്പെട്ട സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാനാ സഹോദരങ്ങള്. അറിയുമോ, ഒരു ട്രെയിൻ യാത്രയിൽ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആളിനെ നാം പരിചയപ്പെട്ടു. വടക്ക് ഭാഗത്തെവിടെയോ ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ എസി കോച്ചിലേക്ക് ആ സഹോദരൻ കടന്നു വന്നു. ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആ സഹോദരന്റെ നമ്പർ എന്റെ അടുത്തുണ്ട്. ആ സഹോദരൻ തന്നെ വിസിറ്റിംഗ് കാർഡ് എന്റെ അടുത്തുണ്ട്. ആ സഹോദരന്റെ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം എറണാകുളത്ത് ഏതോ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാ. ഏഷ്യാനെറ്റിൽ വളരെ പ്രധാനപ്പെട്ട ആളാ. ഞാൻ അദ്ദേഹത്തിനോട് പലതും ചോദിച്ചു. കാരണം ചാനലല്ലേ, എനിക്ക് പത്രങ്ങളിൽ നിന്നറിയാത്ത പലതും അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമല്ലോ, മാസികയിലൂടെ വായിച്ചാൽ കിട്ടാത്തത് കിട്ടുമല്ലോ, നെറ്റിലൂടെ സെർച്ച് ചെയ്താൽ കിട്ടാത്തത് കിട്ടുമല്ലോ. ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, ടെലിവിഷനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ അവസാനം അദ്ദേഹം തന്നെ പറയുകയാ, സാറേ നിങ്ങൾക്കറിയുമോ എന്നെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സാറേ എന്ന് വിളിച്ചിട്ട് എന്നോട് അദ്ദേഹം പറയുകയാ, സാറേ നിങ്ങൾക്കറിയുമോ ഇതെല്ലാം വല്ലാത്ത കബളിപ്പിക്കലാ, എല്ലാം സമ്പത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടവാ, ഒന്നും കാര്യമായിട്ട് മാറ്റിവെക്കാനില്ല, അപ്പാർത്ഥതയുടെ അംശങ്ങൾ പോലും അതിൽ അടയാളപ്പെടുത്താനില്ല. നിമിഷങ്ങൾ കൊണ്ടുള്ള പരസ്യങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയായ ഏഷ്യാനെറ്റ് വാങ്ങുന്നത്. നിമിഷങ്ങളുടെ പരസ്യത്തിനാ മിനിറ്റുകളല്ല, ഒരു നിമിഷത്തിന് എത്രയോ ലക്ഷം രൂപയാ
ആ ഏഷ്യാനെറ്റ് പരസ്യത്തിന് വാങ്ങുന്നത്, പ്രത്യേകിച്ച് സീരിയലിന്റെ ഇടയിലുള്ള പരസ്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എങ്ങനെയൊക്കെ അദ്ദേഹം മനസ്സ് തുറന്നപ്പോൾ, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ കട്ടടിച്ച് എന്റെ മുമ്പിൽ പറയാൻ തുടങ്ങിയപ്പോൾ, ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, പത്രത്തിൽ പരസ്യം കണ്ടിട്ടുണ്ട്. രാജകീയമായിട്ട് ഈ സുരേഷ് ഗോപി ഉണ്ടല്ലോ, ഈ സുരേഷ് ഗോപി ഇരിക്കുന്ന ഈ പരിപാടി കോടീശ്വരം പരിപാടി എന്നാണെന്ന് തോന്നുന്നു. എന്തൊക്കെ കോടീശ്വരം പരിപാടിയായിരുന്നാലും ഞാൻ ചോദിച്ചു, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു പോയതാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ കോടീശ്വരം പരിപാടി അവതരിപ്പിക്കുന്ന സുരേഷ് ഗോപി ഉണ്ടല്ലോ, ഈ സുരേഷ് ഗോപിയുടെ പരിപാടി കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമില്ലേ? ഒരുപാട് പേർക്ക് ഉപകാരമില്ലേ? പലർക്കും അദ്ദേഹം പണം കൊടുക്കുന്നതായി അറിയുന്നല്ലോ, പലർക്കും അദ്ദേഹം വീട് വെക്കാൻ സഹായിക്കുന്നതായി അറിയുന്നല്ലോ, പലരുടെയും കണ്ണീരപ്പോ കൈലേസ് കൊടുക്കുന്നതായിട്ട് അറിയുന്നുണ്ടല്ലോ. ഉടൻ തന്നെ അദ്ദേഹം ചിരിച്ചുകൊണ്ടാ മറുപടി പറയുന്നത്, അതേറ്റവും വലിയ തട്ടിപ്പാ സാറേ, അതേറ്റവും വലിയ തട്ടിപ്പാ സാറേ. സുരേഷ് ഗോപിയിൽ നിന്ന് വേദന കൊണ്ട് പറഞ്ഞു പോവുകയോ, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒന്നും രണ്ടുമല്ല, 8 കോടി രൂപയാ, 8 കോടി രൂപ, ഒന്നും രണ്ടുമല്ല 8 കോടി രൂപയാ ഈ കോടീശ്വരം പരിപാടിക്ക് വേണ്ടിയിട്ടും വാങ്ങിയത്. 25 വർഷത്തേക്ക് അവന് സിനിമാ ഫീൽഡിൽ വരേണ്ടതില്ലല്ലോ. 8 കോടി രൂപ ഒറ്റക്കൈയിൽ കിട്ടുമ്പോൾ അത് 10,000 കൊടുത്താൽ അവിടെ വിഷയമാണോ? 1 ലക്ഷം കൊടുത്താൽ വിഷയമാണോ? 1 കോടി ഇതിനു വേണ്ടി മാറ്റിവെച്ച വിഷയമാണോ? കണ്ണൻ ചിറ്റിക്കുന്നു, കാര്യങ്ങളും പറഞ്ഞ് കാതുകൾക്ക് മയം തരുന്ന ചോദ്യങ്ങളുമായി നല്ല ഭാഷാ സമ്പുഷ്ടമായ വിഷയങ്ങൾ അവതരിപ്പിച്ച് കോടീശ്വരം പരിപാടിയുടെ മാസ്റ്ററാകുന്നു. തീവ്രവാദം നാട്ടിൽ കുഴപ്പമുണ്ടാകുന്നു സുരേഷ് ഗോപിയുടെ മറ്റൊരു മുഖമായ പ്രിയപ്പെട്ടവര്, ഈ നെല്ലിക്കുടിയിൽ ഞാൻ ആദ്യമായിട്ടാ പറയുന്നത്, മറ്റൊരു സദസ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാ പറയുന്നത്. സ്ഥിരം പരിപാടിയുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, ഇങ്ങനെയുള്ള ഒരു തീവ്രവാദമയം ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ, സീരിയലിന്റെ കാര്യം പറഞ്ഞപ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ പറഞ്ഞു പോയതാ പൊന്നുമോനെ, വേദനയോടെ പറഞ്ഞു പോയതാ. കാരണം ഈ രാജ്യത്തിലുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, അവര് മനുഷ്യ സ്നേഹികളാ, മതങ്ങൾക്കപ്പുറം മനുഷ്യനെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന ആളുകളാ. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ റമദാൻ മാസത്തിലെ ഖുർആൻ പാരായണം ഇവിടെയുള്ള ഒരു ഹൈന്ദവ സഹോദരനും പ്രയാസം തോന്നിപ്പിക്കുന്നില്ല, ഒരു ക്രൈസ്തവ സഹോദരനും ഒരു പ്രയാസം തോന്നിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കർക്കിടക മാസത്തിലെ രാമായണ പാരായണമുണ്ടല്ലോ, കർക്കിടക മാസത്തിലെ രാമായണ പാരായണമുണ്ടല്ലോ, അത് വേണ്ട എന്നൊരു മുസൽമാനും പറഞ്ഞിട്ടില്ല, ഒരാൾക്കും അരോചകം തോന്നിയിട്ടില്ല. ഡിസംബർ മാസത്തിലെ ബൈബിൾ പാരായണമുണ്ടല്ലോ, സുവിശേഷ പ്രഭാഷണമുണ്ടല്ലോ, സുവിശേഷണ പ്രഭാഷണമുണ്ടല്ലോ, അതിനും ആരും ഇവിടെ എതിർപ്പ് പറഞ്ഞിട്ടില്ല. അത്രയും അതേ നിസ്കാരത്തഴമ്പുള്ള നിസാർ അഹമ്മദും ചന്ദ്രക്കുറിയുള്ള ചന്ദ്രപ്പനും അതേ കുരിശുമാലയിട്ട കുരിയാക്കോസും ഒരമ്മ പറ്റൊരുമ്മ പറ്റ മാതാവിന്റെ മക്കളെ പോലെ പോകുന്നതാണ് ഈ നാടിന്റെ പ്രകാശം. ഒരാളും തല്ലി തകർക്കാം ദേശസ്നേഹിയായ ഒരു മുസൽമാന് അതിനനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. അതിനൊരിക്കലും അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു വാക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മണ്ണിനോട് സ്നേഹമുണ്ടായത് കൊണ്ടാ ഇത് പറഞ്ഞത്, ഈ ദേശത്തോട് സ്നേഹമുണ്ടായത് കൊണ്ടാ പറഞ്ഞത്. ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരോട് സ്നേഹിക്കണം, അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ പഠിച്ചത് കൊണ്ടാ പറയുന്നത്. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നില്ലയോ ചെറുപ്പക്കാരാ. ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയല്ല, സാന്ദർഭികമായി ഞാൻ പറഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാലോചിക്കണേ സഹോദരങ്ങളെ, ആലോചിക്കണേ സഹോദരങ്ങളെ. നാമതാ ഏതെല്ലാം നെറുകേടിലേക്ക് കടന്നു പോകുമ്പോൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാ. സിനിമാ ലോകത്തോട് ഇഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇതേപോലെയുള്ള വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് വേദനയോടെ നിൽക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ പറയുകയാ, ഹബീബായ പ്രവാചകന്റെ മുമ്പിലൂടെ ഒരു ശവം കൊണ്ടുപോയി. ഹബീബായ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. പരിസരത്തുള്ള സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ കൊണ്ടുപോകുന്ന ഒരു മുസ്ലിമിന്റെ ശവമല്ലയോ? ആ ശവമഞ്ചയത്തിലുള്ളത് ജൂതനല്ലയോ? നമ്മുടെ വിശ്വാസങ്ങളോട് എതിർപ്പുള്ള ആളല്ലയോ? നമ്മളോട് ബദ്ധവൈരിയല്ലയോ? നമ്മളോട് പ്രതിരോധ പടതയ്ക്കാൻ ഓടി നടക്കുന്ന ആളല്ലയോ? നമ്മളോട്
ശരിക്കുള്ള ഒരുപാട് വൈരം മനസ്സിൽ ഉള്ളിലൊതുക്കിയ ആളല്ലയോ? എന്തിനാണ് എഴുന്നേറ്റ് നിന്നതെന്ന് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ അവസാന കാലം വരെയും വിളിച്ചു പറയാനുള്ള ഒരു വാക്കല്ലയോ ലോകത്തിന്റെ അമ്പിളിത്തിങ്കൾ പറന്നത്? ആ അമ്പിളിത്തിങ്കൾ പറന്നത് സഹോദരങ്ങള് അതേത് മതക്കാരനായിരുന്നാലോ മനുഷ്യനല്ലയോ സഹോദരങ്ങള്? മനുഷ്യനല്ലയോ സ്വഭാവ? അത് മനുഷ്യനല്ലയോ? സമം ഒരു മനുഷ്യന്റെ സമമല്ലയോ? ലോകത്തിൽ കറുത്തവനും വെളുത്തവനോ അതേ അറബിയോ അനറബിയോ പാശ്ചാത്യനും പൗരസ്ത്യനോ എല്ലാ മനുഷ്യനെയോ ഒരേ പാത്രത്തിൽ നിന്നുണ്ണിച്ച സൗഹാർദ്ദത്തിന്റെ വിളനിലമാകുന്ന അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ അധ്യാപനം മറന്നുപോകല്ലേ. അതുകൊണ്ട് പിശാച് വരച്ചു തരുന്ന വിരിച്ചു തരുന്ന വലയിൽ കുടുങ്ങിയിട്ട് നമ്മുടെ ജീവനം നഷ്ടപ്പെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇബ്ലീസിന്റെ വല പൊട്ടിക്കണമെങ്കിൽ ഇഖ്ലാസിന്റെ വില നമ്മൾ അറിയണം. ഇഖ്ലാസിന്റെ വില അറിയാം.